രാവിലെ ഞാനും പപ്പിക്കുട്ടനും പൂച്ചമ്മയും കൊണ്ടത്തെ പറമ്പിലോട്ട് ഇറങ്ങിയതാ. പറമ്പിലാണ് ഒരു സൂത്രം ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നതാ ചേമ്പല. അത് തന്നെ, ചേമ്പലയിൽ ഇങ്ങനെ വെള്ളം തുള്ളി കളിക്കുന്നത് കാണാൻ രസമുണ്ടല്ലേ. പണ്ട് ഇതിൻ്റെ അകത്ത് കുമ്പിള് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം പിടിച്ച് അതിൻ്റെ അകത്ത് നെറ്റിയപ്പൊട്ടനെ പിടിച്ചിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്നോ? പറഞ്ഞ പോലെ അത് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? അതവിടെ നിൽക്കട്ടെ. ഇന്ന് പറമ്പിലോട്ട് ഇറങ്ങിയപ്പം മഴയൊക്കെ പെയ്തില്ലേ, ഇഷ്ടം പോലെ ചേമ്പുണ്ടായിരുന്നിട്ടുണ്ട്. ആ ചേമ്പിൻ്റെ അകത്തൊരു സൂത്രമുണ്ട്. എന്നാണെന്നറിയാമോ? ഈ സൂത്രമല്ല, വേറൊരു സൂത്രം. ഇതോ ഇത്. ഈ കാണുന്ന കൂമ്പ് പറിച്ച് കൈ പിടിച്ച് നിവർത്തി അത് വീണ്ടും ചുരുട്ടി കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരൻ. ചേമ്പുംതാള കൂമ്പുതാളം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു ഐറ്റമാണ്. നമ്മുടെ ചാനലിൽ 2-3 പ്രാവശ്യം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം മഴയൊക്കെ ഉണ്ടായതല്ല, നമുക്ക് പറിച്ചേക്കാന്ന് കരുതി അവനെ പറിച്ച് ഇന്ന് താളുകറി ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ചോറിനെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പപ്പിക്കുട്ടൻ ലാൻഡ്മാർക്ക് ഇടാത്ത ചേമ്പര തന്നെ നോക്കി പറിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കറിക്ക് ഉപ്പ് കൂടി എന്നൊന്നും പറഞ്ഞേക്കല്ല. പൂച്ചമ്മയാണ് ഭയങ്കര വട്ടുകളി. പാപ്പി ആണെങ്കിൽ എന്നാന്നറിയത്തില്ല, പൂച്ചമ്മക്ക് ഒരിക്കളിയാ. അതും കഴിഞ്ഞെന്നാൽ പറമ്പിന് താഴെ വരെ പോയി നോക്കാം, വല്ല കൂണോ വല്ല ഉണ്ടായിട്ടുണ്ടോന്ന് അറിയാലോ എന്നും പറഞ്ഞ് താഴോട്ടിറങ്ങിയപ്പോണ്ടോ പുറകിന്ന് വലിയൊരു നിലവിളി. എന്താ നമ്മളെ സ്പൈ ചെയ്തൊരിടത്തും പുറകെ വന്നായിരുന്നു കേട്ടോ. കുഞ്ഞമ്പൻ കിടന്ന് കാറുവാ. നിന്നോടാ വരാൻ പറഞ്ഞേ? പറമ്പിലോട്ട് ഇറങ്ങി ഇപ്പോഴത്തെ പിള്ളേർക്ക് നടക്കാൻ പോലും അറിയത്തില്ല. ഇനിയിപ്പോ ഞാൻ തോന്നോണം തോളക്കറി ഇരിക്കുന്ന കണ്ടില്ല ഉണ്ടോ കണ്ണൻ. പിന്നെ ആ ചേമ്പല പറിക്കുമ്പോ ഉണ്ടല്ലോ, മൂത്ത ഇല പറിച്ചേക്കല്ലേ, ജസ്റ്റ് അങ്ങ് 100 ഇലയൊക്കെ നമുക്ക് പറിക്കാം. എന്നാലും കളർ ഇളം പച്ചയെന്ന് കടും പച്ചയിലോട്ട് മാറിയ ഇലകളോ ഒന്നും പറിച്ചേക്കല്ല. അതിനൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രതിവിധി നമ്മൾ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനം നൂർത്ത് വീണ്ടും ഒരു കട്ടാക്കിയിട്ട് ചെറു തേങ്ങായ അരച്ചിട്ട് ആ തോരനങ്ങ് വെച്ചാണ്ടല്ലോ, എൻ്റെ പൊന്ന മതി. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേറൊരു സാധനം വേണ്ട. ഇതിന് അച്ചാറ് മതി സൈഡിൽ. ഇതിനകത്ത് ഈ പുളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഒരു പിടി ചോറും കൂട്ടി കഴിക്കാൻ പറഞ്ഞ ഒന്നും വേണ്ട. പിന്നെ ചിക്കൻ ഫ്രൈ സൈഡിലുണ്ടെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ട്. സ്നേഹത്തോടെ കൊണ്ട് വെച്ച് തരുമ്പം വേണ്ടാന്ന് എങ്ങനെയാ പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി എന്നോട് പറഞ്ഞ എടാ മൂത്ത ഇല ഉണ്ടെങ്കിൽ നീ ഇട്ടേക്കല്ലോ കേട്ടോ ഒന്ന്. പറിച്ചുകൊണ്ട് വന്ന ഇല 3 പേർക്ക് തികയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി മൂത്ത ഇലയും പറിച്ച് ചുരുട്ടി ഇട്ടായിരുന്നു കേട്ടോ. ഈ മൂത്ത ഇല ഇട്ടേ തോരൻ വെച്ച എൻ്റെ പൊന്നോ നാക്ക് ചൊറിഞ്ഞ് പണ്ടാരം വരും കേട്ടോ. ചൊറിയാൻ വല്ല സ്ഥലം കാണത്തില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് പേടിക്കണ്ട, വെളിച്ചെണ്ണ ഇട്ട് ടംഗ്ലീനർ ഇട്ടങ്ങ് നാക്ക് പിടിച്ചാൽ മതി. ഓ ഞാൻ ചൊറിഞ്ഞിട്ട് വരാം കേട്ടോ. നിങ്ങളിരിക്കുക, അടുത്ത വീഡിയോ കാണാം. ടാറ്റ.